ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇമേജ് വെച്ചിട്ട് ഒരു AI ലോങ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളൊരു ഇമേജ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഗൂഗിളിൽ നിന്നൊരു ഇമേജ് AI ഉപയോഗിച്ച് സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഇമേജ് വെച്ച് നമുക്കൊരു ലോങ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Hi friends, I am currently in Dubai. There are many beautiful places to see here. Look at these streets, the shops and the people. It's also lively. Currency here is called dirhams. When you come here, you'll be using dirhams for your shopping and food. It is a very beautiful area. Every corner here feels special, from the streets to the lights and the people. It is a very beautiful area. Try to come here too. Thank you for watching, friends. See you in the next vlog. ഇതുപോലുള്ള ലോങ് വീഡിയോ നിർമ്മിക്കാനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക എന്നുള്ളത്. അതിനായി നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാർ ഓപ്പൺ ചെയ്യുക. ബിസ്കിൽ ലാബ് AI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ക്യാപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഓപ്ഷൻ ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം എൻ്റർ ടൂൾ എന്ന് ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID ഏതാണ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലൊരു ഫേസ് വരും. നമ്മുടെ ഇമേജ് ഏതാണോ, ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യുന്ന ആഡ് ഇമേജ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഏത് ഇമേജ് വെച്ചിട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനായി നിങ്ങൾ ഇവിടെ കാണുന്ന ഇമേജ് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകാം. ഗാലറിയിൽ പോയതിന് ശേഷം നിങ്ങളുടെ സ്വന്തം ഇമേജ് ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ AI ഇമേജ് ആണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. സ്വന്തം ഇമേജ് ആണെങ്കിൽ AI ഇമേജ് ആണെങ്കിൽ ഗൂഗിളിൽ നിന്നൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തൊക്കെയാണ്. ഞാനിവിടെ കൊടുക്കുന്നത് AI വീഡിയോ ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് AI ഇമേജ് അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ശേഷം നിങ്ങളുടെ ബാക്ക് പോവുക. അതിനുശേഷം താഴെ പോകുന്ന സെറ്റലൈറ്റ് പോർഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിവിടെ ലോങ് വീഡിയോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആണോ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആസ്പെക്ട് റേഷ്യോ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ലോങ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ശേഷം നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് അതിൻ്റെ പ്രോപ്റ്റ് ഇവിടെ കൊടുക്കുക. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു പ്രോപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് കട്ട് ചെയ്തൊന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഹൈ ക്വാളിറ്റി എന്ന ഇമേജ് അവിടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതും ഫ്രീ ആയിട്ട്. ഞാനിവിടെ ദുബായ് എന്ന ലൊക്കേഷൻ കൊടുത്തത് കൊണ്ടാണ് ദുബായിയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടത് അതുപോലെ ഇവിടെ യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. ശേഷം മുകളിൽ കാണുന്ന ലോങ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻഡോർ കൊടുക്കുക. അപ്പം ഡോൾ അവിടെ ചെയ്ത് ഡിസ്ക്രൈബ്ഡ് AI എന്ന് സെറ്റിലേറ്റ് എത്ര ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ബാക്ക് ഇറങ്ങുക. അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് ഇതിനുള്ള സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തും അതിനുശേഷം സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. ശേഷം ചാർട്ട് വീഡിയോ ശേഷം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അനുസരിച്ച് ഇവിടെ തയ്യാറാക്കി കൊടുക്കുക. അതിനായി നിങ്ങൾ അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോർട്ട് അതിന് പേസ്റ്റ് ചെയ്യുക. ഈ പോർട്ട് വേണം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. കുറച്ച് സെക്കൻഡുകളിൽ തന്നെ അവിടെ 5 സീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് സീൻ എന്ന് യൂട്യൂബിൽ പ്ലോട്ട് ചെയ്യാറാക്കുക. അതിനുശേഷം ഒന്നാമത്തെ സീനിൻ്റെ കോപ്പി കോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ ബാക്കിൽ ഇറങ്ങുക. അതിനുശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇതിൽ AI ക്രോം എന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഇൻ്റർഫേസിൽ മുകളിൽ തന്നെ ക്രോക്ക് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന ഇൻ്റർഫേസ് ക്രോക്ക് എന്നുള്ളതിൻ്റെ മുകളിൽ കാണുന്ന ക്രിയേറ്റ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലുള്ള വീഡിയോസ് അവിടെ ഓപ്പൺ ആയി കാണും. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം സേവ് ഹിയറിൽ കാണുന്ന അറ്റാച്ച് ആരോ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻ്റർഫേസിൽ മുകളിൽ കാണുന്ന അപ്ലോഡ് ഫയൽ എന്ന് ക്ലിക്ക് ശേഷം ഏത് ഇമേജ് ആണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത് ആ ഇമേജ് ഇവിടെ അറ്റാച്ച് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ കാണുന്ന ഇമെയിൽ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ചാർജ് ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ആദ്യം പ്രോപ്പ് ചെയ്യുന്ന ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. കുറച്ച് സെക്കൻഡുകളിൽ തന്നെ നമുക്കൊരു പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ആയി വരും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. അതിനായി താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവുന്നതാണ്. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. അതിനുശേഷം മിനിമൈസ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ ഗാലറിയിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും.
ഇതിൻ്റെ അവസാന ഭാഗം ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ സേവ് ചെയ്ത് വയ്ക്കുക. ശേഷം നിങ്ങളുടെ ചാർട്ട് വീഡിയോ ഓപ്പൺ ചെയ്യുക. ഇതിവിടെ C2 എന്നുള്ളൊരു കോഡ് ഇവിടെ കോപ്പി ചെയ്യുക. ഞാനിവിടെ കോപ്പി ചെയ്തു. നേരത്തെ ചെയ്തിരുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അറ്റാച്ച് ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്ലോഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഫോട്ടോയാണ് നിങ്ങളിവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്തു. അവിടെ എന്താണെന്ന് കൊടുത്തു. അതിനുശേഷം ഫോക്കസ് ചെയ്ത് C2 പോസ്റ്റ് ചെയ്യുക. എൻ്റർ ചെയ്തു. രണ്ടാമത്തെ സീന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് അതുപോലെ ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോയുടെ അവസാന ഭാഗം എന്തിനാണ് സ്ക്രീൻഷോട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോയിൽ ലോങ് വീഡിയോ ആയി ക്രിയേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒറ്റ സീനിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് ഒറ്റ സീനിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ നെട്ടിക്ക് യൂസ് ചെയ്യുന്നത്. ശേഷം ചാർജ് വീഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സീനും രണ്ടാമത്തെ സീനും ഞാനിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു. ഇതുപോലെ തന്നെയാണ് മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ സീനിൻ്റെ അവസാന ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും മൂന്നാമത്തെ സീനിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യുക. ശേഷം മൂന്നാമത്തെ വീഡിയോ എടുത്തതിന് ശേഷം നാലാമത്തെ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ വീഡിയോയുടെ അവസാന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും ശേഷം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് എത്ര ലോങ് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ 5 സീൻ കൊടുത്തത് കൊണ്ടാണ് 5 സീൻ കിട്ടിയത്. നിങ്ങൾക്ക് 10 സീൻ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ 10 സീനുള്ള വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ വീഡിയോയൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ വീഡിയോ ഗാലറി തന്നെ കാണും. അപ്പോൾ അതിനുശേഷം ഈ വീഡിയോകളെല്ലാം ഒറ്റ ലോങ് വീഡിയോ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഏത് എഡിറ്റിംഗ് ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഏത് എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചാലും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പം കാണിച്ചതെന്ന് വെച്ചാൽ AI ഉപയോഗിച്ചുള്ള എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ പ്രൊഡക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഗാലറിയിലേക്ക് പോകുന്നു. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന 2 വീഡിയോസ് ഇവിടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. ശേഷം നിങ്ങൾ പ്ലേ ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എത്ര വീഡിയോ ആണ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അറ്റാച്ച്ഡ് ശേഷം ഒറ്റ ഒരു ലോങ് വീഡിയോ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള വോയിസ് മലയാളത്തിനാക്കണമെങ്കിലും ഇതിൻ്റെ വോളിയം നിങ്ങൾ ഫുൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ക്രോപ്സിൽ തന്നെ ഗ്രോംടൈനിൽ മലയാളം ലാംഗ്വേജ് വേണം, അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജ് കിട്ടുന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് മലയാളം ലാംഗ്വേജ് വേണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി AI സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വോയിസ് നൽകാവുന്നതാണ്. അപ്പം Hi friends, I am currently in Dubai. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.